ഒരു ജനതയുടെ ആത്മാവിന് മുറിവേൽക്കുന്ന സന്ദർഭമാണ് യുദ്ധം. കഴിഞ്ഞ ദിവസം മേജർ രവി പറഞ്ഞതുപോലെ അതൊരു പബ്ജി കളിയല്ല. ഒരുപാട് മനുഷ്യരുടെ ആത്മാഭിമാനം നിറയുന്ന നിമിഷങ്ങളുണ്ടതിൽ. അതോടൊപ്പം തന്നെ ഏറ്റവും വേദനിക്കുന്ന, ആശങ്കപ്പെടുന്ന ഒരുപാട് നിമിഷങ്ങളുമുണ്ട്. പാകിസ്ഥാൻ്റെ അതിര് കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന് തിരിച്ചടി നൽകാൻ അത്യന്തം ആത്മാഭിമാനത്തോടെ, നിറഞ്ഞ മനസ്സോടെ, ഒറ്റക്കെട്ടായി അതിർത്തിയിൽ സൈനികർ രായും പകലുമില്ലാതെ യുദ്ധത്തിലേർപ്പെടുകയാണ്. ആ സന്ദർഭങ്ങളിൽ നമ്മുടെ രജദീപ് സർദേശായി ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ ശീതീകരിച്ച AC മുറികളിലിരുന്ന് വായിൽ വരുന്നതെന്തും വിളിച്ചു കൂവുന്ന ഒരു മാധ്യമ സംസ്കാരത്തിൻ്റെ ചില എക്സ്ട്രീമുകൾ, അവസരം മുതലാക്കലുകൾ, പ്രീണിപ്പെടുത്തലുകൾ, അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ലാത്തതാണ്. അവിടെ ചിന്തിക്കേണ്ടത് ആ സൈനികരെക്കുറിച്ചാണ്, അതിൻ്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന ഭാരതീയരായ മനുഷ്യരെക്കുറിച്ചാണ്. അതിർത്തി ഗ്രാമങ്ങളിലെ മനുഷ്യർ എത്ര ആശങ്കയോടെയും ഉത്കണ്ഠയോടെയാവും ഓരോ രാത്രിയും തള്ളി നിൽക്കുക. നമ്മുടെ മക്കളുണ്ട് അവിടെ. നമുക്ക് പേരറിയുന്നവരും പേരറിയാത്തവരുമായ ഒരുപാട് മനുഷ്യരുടെ ദുഃഖങ്ങളും വേദനകളുമുണ്ട്. അങ്ങ് ചണ്ഡീഗഡിലും രാജസ്ഥാനിലും പഞ്ചാബിൻ്റെ അതിർത്തിയിലും കാശ്മീർ താഴ്വരകളിലെ അതിർത്തിയിലുമൊക്കെ മനുഷ്യർ കഴിഞ്ഞുകൂടുന്ന നിമിഷത്തിൻ്റെ വേവലാതി ഒരുപക്ഷെ TRP റേറ്റ് കൂട്ടാൻ അലറി വിളിക്കുന്ന, അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ വായിൽ വരുന്നത് വിളിച്ചു പറയുന്ന മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നവർക്കുണ്ടാവില്ല. അതിൻ്റെ ചില എക്സ്ട്രീമുകൾ കഴിഞ്ഞ ദിവസം കാണാനിടയായി. അതിൻ്റെ ഒരു എക്സ്ട്രീമാണ് സാക്ഷാൽ അനിൽ നമ്പ്യാർ സാറിൻ്റെ ഒരു പ്രസ്താവന. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ട് സത്യത്തിൽ ചിരിയാണ് വന്നത്. അതിൽ അനിൽ നമ്പ്യാർ സാർ പറയുന്നത്, പുരാണ കഥകളിലെ സുദർശന ചക്രം അവിടെ പോയി എതിരാളികളെ തകർക്കുന്നത് കണ്ട് എന്ന് രീതിയിലാണ് പറയുന്നത്. അതിർത്തിയിൽ ജോലി ചെയ്യുന്ന സൈനികർ, അവരുടെ മനസ്സിൽ ദൈവവിശ്വാസമുണ്ടാകാം, പലതരം ദൈവവിശ്വാസം അവരവരുടെ ബോധ്യത്തിനനുസരിച്ച്. പക്ഷേ ആ സന്ദർഭത്തിൽ അവരാശ്രയിക്കുന്നത് യുദ്ധവിമാനങ്ങളെയാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ തലങ്ങളെയാണ്. രാജ്യം ഒറ്റക്കെട്ടായി യുദ്ധത്തിലാണ്. അതിനിടയിലേക്ക് ഇത്തരം പ്രസ്താവനകൾ തിരികെ വിടുന്നത് അത് അതിൻ്റെ ഒരു എക്സ്ട്രീമാണ്. അതിൻ്റെ മറ്റൊരു എക്സ്ട്രീമാണ് സാക്ഷാൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ വളരെ മിടുക്കരായ 2-3 പേരിരുന്ന് വാർത്താ വിശകലനം നടത്തിയതിൻ്റെ ശബ്ദരേഖ. അത് വലിയ കോമഡിയായി തീർന്നു. അതിൻ്റെ ആവേശം മൂത്ത് പലരും പലതും പറഞ്ഞുപോയി. എന്നുവെച്ചാൽ വാർത്താമാധ്യമങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ ശരിയാണെന്ന് വിശ്വസിച്ചു പോകുന്നവരിൽ സാക്ഷാൽ നമ്മുടെ കേന്ദ്രമന്ത്രി കിരൺ റിഡ്ജു പോലും വീണുപോയി എന്നതാണ് സത്യം. അദ്ദേഹം ഒരു പോസ്റ്റിട്ടത് കറാച്ചി പോർട്ട് നമ്മൾ ആക്രമിച്ചതിനെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രതിരോധ സേന പിന്നീട് പ്രസ്താവന ഇറക്കി, കറാച്ചി പോർട്ട് നമ്മൾ ആക്രമിച്ചിട്ടില്ല. ആദ്യം മാതൃഭൂമി ന്യൂസിൽ കറാച്ചി പോർട്ട് ആക്രമിക്കുന്നതിന് വേണ്ടി വിമാനം പറന്നുയർന്നതും അതിൻ്റെ വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നു എന്ന രീതിയിലാണ് പുറത്തു തട്ടിയത്. പിന്നീട് പിറ്റേന്ന് പോർട്ട് ആക്രമിച്ചില്ല എന്നും പറഞ്ഞും വാർത്ത നൽകി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാർത്താമാധ്യമങ്ങൾക്കൊക്കെ ഒരു യുദ്ധഭൂമിയിൽ അതിൻ്റേതായ നിയന്ത്രണങ്ങളുണ്ട്. അതിൻ്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങളൊക്കെയും നടത്തുന്നത് അതിൻ്റെ ഒരു യുദ്ധത്തിലേർപ്പെടുന്ന ഒരു ക്രൂ ഉണ്ടാവും, നമ്മുടെ സൈനികരുണ്ടാവും. അവരാണ് തീരുമാനിക്കുന്നത്, അതിൻ്റെ മേജർമാരാണ്. അത്യാവശ്യ വിവരങ്ങൾ ദേശീയ ഉപദേഷ്ടാവോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയോ ഒക്കെയായി അപ്ഡേറ്റ് ചെയ്യും. പക്ഷേ യുദ്ധമുഖത്ത് ഇതൊന്നും മാധ്യമങ്ങളോട് പറഞ്ഞല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നത് കേട്ട് ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതോടൊപ്പം തന്നെ ഈ സംഗതി ഇപ്പോൾ കേട്ടാൽ ഭയങ്കര കോമഡിയായിട്ടാണ് തോന്നുക. അതൊന്ന് കേൾക്കാം. പറയുന്നു പാകിസ്ഥാന് ഇനി ഒരു രാജ്യമായിരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, ഒരു രാജ്യമായിരിക്കാനുള്ള അർഹതയില്ല. അർത്ഥം ഒന്നേ ഉള്ളൂ, പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ, ഒരു യുദ്ധം തുടങ്ങുന്നു എന്നുള്ളത് ആ ഹമാസ് എങ്ങനെയാണോ ഇസ്രായേലിനെ ആക്രമിച്ചത്, സമാനമായ രീതിയിലുള്ള ആക്രമണമാണ് എന്നാൽ ഡിഫൻസ് മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് വരുന്ന വിവരം ഫാക്ട് ചെക്ക് ചെയ്തിരിക്കുന്നു. ഫാക്ട് ചെക്കിൽ അജിത് ഡോവലിന്റെ അക്കൗണ്ടിൽ നിന്നല്ല ആ മെസ്സേജ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫോൾസ് മെസ്സേജ് ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അരുൺ. ഇതാണ് മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ മിസ്ഇൻഫർമേഷൻ നൽകുക എന്നുള്ളത് പാകിസ്ഥാന്റെ ഒരു രീതി. ഫ്ലാഷ് ബാക്ക്. അതാ അജിത് ഡോവൽ പറയുന്നു, പാകിസ്ഥാന് ഇനി ഒരു രാജ്യമായിരിക്കാൻ കഴിയില്ല. ഫ്ലാഷ് ബാക്ക്.
ഈ ആക്രമണത്തിന്റെ സമയത്ത് ഇന്ത്യ ഇതാ ആക്രമിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു, അവരിതാ ഇത്തരം സന്ദേശങ്ങൾ നൽകുന്നു എന്ന നിലയ്ക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ടുള്ള മിസ് ഇൻഫർമേഷൻ ക്യാരിയിങ് ആണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഇതാണ് ഒരു സംഗതി. തീർന്നില്ല, ഇനി മറ്റൊന്നു കൂടിയുണ്ട്, അതുകൂടെ കേട്ടോളൂ. അതും ഈ ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ എൻട്രി ബാൻ ചെയ്തിരിക്കുന്നു. ഏറ്റവും വിമാനത്താവളങ്ങൾ അടച്ചു, ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചു എന്നുള്ളതാണ് വിവരം വരുന്നത് അല്ലേ? എൻട്രി റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നു. എൻട്രി ടു എയർപോർട്ട് അക്രോസ് ഇന്ത്യ ഈസ് ബാൻ എന്ന് വെച്ചാൽ വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു. പുതുതായിട്ട് ഒരു ടേക്ക് ഓഫും അനുവദിക്കുന്നതല്ല. ഇതുവരെ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യുമെന്നതല്ലാതെ പുതിയ ഒരു പാസഞ്ചറെയും ഇനി വിമാനത്താവളങ്ങൾ അനുവദിക്കില്ല. വിമാനത്താവളം ഇന്ത്യ മുഴുവനല്ലേ? അതെ അതെ, ഇന്ത്യ മുഴുവനുള്ള വിമാനത്താവളം അടച്ചിരിക്കുന്നു. ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. വിമാനത്താവളം അടച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു. യുദ്ധ സമാനമായ സാഹചര്യം എന്നല്ല, ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു. ഹൈ അലേർട്ട്. ഫസ്റ്റ് റിപ്പോർട്ട് ഓഫ് ബ്രേക്കിംഗ്. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിരിക്കുന്നു. രാജ്യം അതീവ സുരക്ഷയിലേക്ക് പോകുന്നു. രാജസ്ഥാൻ, പഞ്ചാബ്, ജമ്മു കാശ്മീർ, ശ്രീനഗർ അതിർത്തി പ്രദേശങ്ങളെല്ലാം സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലാണ്. ഇപ്പോൾ ആകാശത്ത് നിന്നുള്ള യുദ്ധം കരയിലേക്ക് ചാവേർ ആക്രമണമായി മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ കേൾക്കാറുള്ളത് എവിടെയാണെന്നറിയോ? ഒന്ന് ക്രിക്കറ്റ് കമൻട്രിയിൽ, മറ്റൊന്ന് എലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ, പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു നീണ്ടകര പോർട്ടുണ്ട്. നീണ്ടകര തുറമുഖത്ത് മീൻ ലേലം വിളിക്കുന്നത് ഇങ്ങനെയാണ്. ഇവർക്കൊക്കെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? സത്യത്തിൽ ഇവരെന്ത് കുന്ത്രാണ്ടത്തിനാണ്? എത്രയോ ലോകരാജ്യങ്ങൾ, ലോക സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിൽ ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നു. അതൊക്കെ അന്തസ്സുള്ള എത്രയോ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതെങ്കിലും ഇടയ്ക്ക് വരുന്ന കാണണ്ടേ? CNN, അതുപോലെ തന്നെ BBC, അതുപോലെ അൽ ജസീറ, ഇതുപോലെയുള്ള മാധ്യമങ്ങളൊക്കെ യുദ്ധങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെത്ര ഒബ്ജക്റ്റീവായിട്ടാണ് കാര്യം പറയുന്നത്. ഇനി അവർക്ക് സബ്ജക്റ്റീവായി മാറ്റമുണ്ടെങ്കിൽ തന്നെ ഇതൊന്ന് കേട്ടില്ലേ? ഉടനെ അത് അടയ്ക്കാൻ പോകുന്നു, ഉടനെ ഉണ്ണി ബാലകൃഷ്ണൻ സാർ ഉടനെ ഇനിയൊരു രാജ്യമായി പാകിസ്ഥാന് നിലനിൽക്കാൻ പറ്റില്ല. ഇതെന്താ കോമഡി ഷോയാണോ? അങ്ങനെ അജിത് ഡോവലിനെ പോലെ ഒരാൾ അങ്ങനെ എഴുതുമോ? ഒരു യുദ്ധ സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങളിൽ തീരുമാനമോ പബ്ലിക്കിനോടോ പറയേണ്ടത് അദ്ദേഹമാണോ? ഒരു ഔചിത്യബോധവുമില്ലാതെ, ഒരു സാമാന്യബോധവുമില്ലാതെ അങ്ങ് അലറി വിളിക്കുക. ഇല്ല, മീൻ മാർക്കറ്റിൽ നമ്മൾ സാധാരണ പറയുന്ന ചിലരുണ്ടല്ലോ, ഇനി പേരും പറയാനൊക്കില്ല കാരണം അത് ജാതിയായി പോകുന്നുള്ളതുകൊണ്ട്, അങ്ങനെ അലറി വിളിക്കുന്ന ചില കോമഡിക്കാരുണ്ട്. അതുപോലെ തലയിൽ മീൻകൊട്ടയൊക്കെ വെച്ചുകൊണ്ട് ഓടിവായോ ഓടിവായോ എന്ന് വിളിക്കുന്നത് പോലെ അങ്ങ് വിളിച്ചു കൂയേക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പ്രൊഫസർ അദ്ദേഹം ചെയ്ത് കണ്ടില്ലേ? മലയാളത്തിൽ പറഞ്ഞത് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. ബാൻഡ് അക്രോസ് ദ കൺട്രി, ഓൾ എയർപോർട്ട്സ് ആർ ബാൻഡ് അക്രോസ് ദ കൺട്രി. നിരോധിച്ചിരിക്കുന്നു എന്ന്. ക്ലോസ് ഡൗൺ ആണ് അതിൻ്റെ വാക്ക്, എന്നാലും ബാൻഡ് എന്നൊക്കെ പറഞ്ഞ് അന്നേരം അങ്ങ് ബഹളം വെക്കുക. ഇതൊക്കെ ഔദ്യോഗികമായി ആരെങ്കിലും പറയേണ്ടതല്ലേ? എവിടെയെങ്കിലും ഒരു ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ വാട്സപ്പ് യൂണിറ്റിലോ ഒരു മെസ്സേജ് വരുമ്പോൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ യുദ്ധത്തിൻ്റെ കുറച്ച് അപ്ഡേറ്റുകൾ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനാഷണൽ ചാനലുകൾ നോക്കിയാൽ അവരൊരു ആവേശവുമില്ലാതെ ഓതൻറ്റിക് സോഴ്സിനെ കോട്ട് ചെയ്ത് അവർ സംസാരിക്കാറുണ്ട്. ഇനി ഓതൻറ്റിക് സോഴ്സ് അല്ലെങ്കിൽ അവർ ആവർത്തിച്ച് പറയും ഇത് ഔദ്യോഗിക പ്രതികരണമല്ല, ദൃക്സാക്ഷികളുടെ പ്രതികരണമാണ്, അത്തരം കാര്യത്തിലാണെന്നൊക്കെ. സത്യത്തിൽ ഈ മനുഷ്യരാകുന്ന മലയാളികളാകുന്ന നമ്മളൊക്കെ ഇതിൻ്റെ കൂടെ ആവേശം കൊള്ളാൻ നിൽക്കുന്നതുകൊണ്ടല്ലേ ഇത്തരം ഈ പറയുന്ന എന്താ പറയുന്നത് നിലവിളി, ഇത് നിലവിളിയാണെന്നും പറയാനൊക്കില്ല. എന്തൊക്കെയോ വായിൽ വരുന്നത് അങ്ങ് വിളിച്ചു കൂയേക്കുക. മാധ്യമപ്രവർത്തനം പോലും കഷ്ടം.